ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നുഖ്ബത്തുൽ ഫിക്ർ സബഖ് 33. വഖദാ അൽ മുർസലുൽ ഖഫിയു. ഇപ്രകാരം തന്നെയാണ് മുർസലുൽ ഖഫി. കഥ എന്ന് ഉണ്ട്, മറ്റേതിന് കദാലിക എന്നുണ്ട്. ആ മുദല്ലസ് നമ്മൾ പറഞ്ഞു, റാവി സാഖിത്താകുന്നത് ഒന്നെങ്കിൽ അത് വാദിഹായിരിക്കും അല്ലെങ്കിൽ ഖഫിയായിരിക്കും എന്ന് പറഞ്ഞു. ആ ഖഫിയാകുന്ന രണ്ടാമത്തെ ഇനത്തിൽപ്പെട്ടതാണ് മുദല്ലസ് എന്ന് പറഞ്ഞത്. അവ ആ മുദല്ലസ് പോലെ തന്നെയാണ് എന്ത് വിഷയത്തില്, പിന്നെ ഈ റാവിക്ക് ലിഖാ സംഭവിച്ചിട്ടുണ്ടോ പിന്നെ എന്ന ആ ഇഹ്തിമാലിലും, ആ ഇഹ്തിമാലോടുകൂടെ പിന്നെ ആ സീഗ കൊണ്ടുവരലും, അതേപോലെ തന്നെ ഈ റാവി സാഖിത്താകുക എന്ന കാര്യം ഖഫിയാകുക എന്ന വിഷയത്തിലും, ഈ രണ്ട് വിഷയത്തിലും പിന്നെ മുദല്ലിസിനെ പോലെ തന്നെയാണ് മുദല്ലസ്. ആ മുദല്ലസിനെ പോലെ തന്നെയാണ് മുർസലുൽ ഖഫി. എപ്പോഴാണ് ഈ മുർസലുൽ ഖഫി ഉണ്ടാകുന്നത്? ഇദാ സദറ മിൻ മുആസിരിൻ, ഒരു മുആസിറിൽ നിന്ന് ഉണ്ടായാൽ. എങ്ങനത്തെ മുആസിർ? ലം യൽഖ, ആ മുആസിർ കണ്ടുമുട്ടിയിട്ടില്ല, ഒരു സമകാലികൻ അദ്ദേഹം കണ്ടുമുട്ടിയിട്ടില്ല. ആരെ? മൻ ഹദ്ദസ അൻഹു, മൻ ഒരാളെ, ഹദ്ദസ ഈ മുആസിർ ഹദീസ് പറഞ്ഞു, അൻഹു ആ ഒരാളെ തൊട്ട്. ആരെ തൊട്ടാണോ ഹദീസ് പറയുന്ന ആ ആളെ കണ്ടുമുട്ടിയിട്ടില്ല, പക്ഷേ അദ്ദേഹത്തിന്റെ സമകാലികനാണ്. അങ്ങനത്തെ മുആസിറിൽ നിന്ന് എന്ത് ചെയ്തു? ഹദീസ് വന്നാൽ മുലാഖാത്ത് ഉണ്ടായിട്ടില്ല. ബൽ ബൈനഹു വ ബൈനഹു വാസിത്തത്തുൻ, മറിച്ച് അയാളുടെയും പിന്നെ ഈ മുആസിറിന്റെയും അദ്ദേഹത്തിന്റെയും ഇടയിൽ എന്തുണ്ട്? ഇടയിൽ വാസിത്തയുണ്ട്. അങ്ങനെ വരുന്ന റിവായത്ത്, അതാണിപ്പോ അൽ മുർസലുൽ ഖഫി എന്ന് പറഞ്ഞത്. അപ്പൊ ഇടയ്ക്ക് ഉണ്ടായിട്ടുണ്ട്, സുക്കൂത്ത് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ വൽ ഫർഖു ബൈനൽ മുദല്ലസി വൽ മുർസലുൽ ഖഫി, ഈ മുദല്ലസിന്റെയും മുർസലുൽ ഖഫിയും തമ്മിലുള്ള ഫർക്ക് എന്താ? ദഖീഖുൻ, ആ ഫർക്ക് നേരിയ ഫർക്കാണ്. യഹ്സുലു തഹ്ദീറുഹു ബിമാ ദുക്കിറ ഹുന, ഇവിടെ പറയപ്പെട്ടതായ ഒന്നുകൊണ്ട് തന്നെ അതിന്റെ സ്ഥിരീകരണം ഹാസിലാകും. എന്താണ് മുദല്ലസ് എന്നും മുർസലുൽ ഖഫി എന്നും. അപ്പൊ അത്രക്ക് നേരിയ നിലക്കുള്ള ഒരു ഫർക്കാണ്. അതെന്താണ് ഇവിടെ സ്ഥിരീകരിച്ചത്? വഹുവ അന്ന തദ്ലീസ, ഇവിടെ തദ്ലീസ് എന്ന് പറഞ്ഞാൽ യഖ്തസു, അത് പ്രത്യേകമാകും, ബിമൻ ഒരാളെ കൊണ്ട്. എങ്ങനത്തെ ഒരാൾ? റവ, ഒരു റാവിയെ കൊണ്ട് അദ്ദേഹം റിവായത്ത് ചെയ്തു, അമ്മൻ ഒരാളെ തൊട്ട് റിവായത്ത് ചെയ്തു. എങ്ങനത്തെ ഒരാള്? ഉരിഫ ലിഖാഉഹു ഇയ്യാഹു, ഇവൻ ഈ റാവി അദ്ദേഹത്തെ കണ്ടു എന്ന് അറിയപ്പെട്ട ഒരാളെ തൊട്ട്. അപ്പം ലിഖാ അറിയപ്പെട്ട ഒരാളെ തൊട്ട് എന്ത് ചെയ്തു? റിവായത്ത് ചെയ്തു. അദ്ദേഹം തദ്ലീസാക്കുമ്പോ അതാണ് മുദല്ലസ് എന്ന് പറഞ്ഞത്. അപ്പൊ തദ്ലീസിൽ എന്തുണ്ട്? ലിഖാ അറിയപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അമ്മ ഇൻ ആസറഹു, അപ്പോ ഈ റാവി മറ്റേ ആരെ തൊട്ടാണോ റിവായത്ത് ചെയ്യുന്ന അദ്ദേഹവുമായിട്ട് സമകാലികനായി, മുആസിറായി, പക്ഷെ വലം യുഅറഫ് അന്നഹു ലഖിയഹു, അദ്ദേഹത്തെ കണ്ടുമുട്ടിയോ എന്ന് അറിയപ്പെട്ടിട്ടില്ല, മുലാഖാത്ത് അറിയപ്പെട്ടിട്ടില്ല എങ്കിൽ ഫഹുവൽ മുർസലുൽ ഖഫിയു, അപ്പോൾ അതാണ് മുർസലുൽ ഖഫി. അപ്പോൾ തദ്ലീസും മുർസലുൽ ഖഫിയും തമ്മിലുള്ള വ്യത്യാസം, ഒന്നില് മുലാഖാത്ത് ഉണ്ട്, മറ്റേതില് മുലാഖാത്ത് ഇല്ല. അങ്ങനെയാണ്.
എന്നാൽ വമൻ അദ്ഖല ഫി തഅരീഫി തദ്ലീസി, ഈ തദ്ലീസിന്റെ തഅരീഫിൽ പ്രവേശിപ്പിച്ച ആളുകൾ എന്തിനെ പ്രവേശിപ്പിച്ചു? അൽ മുആസറത, മുത്ലഖൻ മുആസറത്തിനെ പ്രവേശിപ്പിച്ചു. എന്ത്? ലിഖാ ഇല്ലാതെ, അതാ വലൂബി ഗൈരി ലുഖിയിൻ, ലിഖാ ഇല്ലാതെയാണെങ്കിലും ശരി, പിന്നെ മുആസറത്തിനെ, മുത്ലഖൻ മുആസറത്തിനെ ഇദ്ഖാൽ ചെയ്തവർ. അത് ഇബ്നു സലാഹ് തങ്ങളും അതുപോലെ തന്നെ ഹാഫിദ് ഇറാഖിയും ഒക്കെ എന്താണ് തദ്ലീസിന്റെ താരീഫ് പറഞ്ഞപ്പോൾ അവരങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ മുലാഖാത്തില്ലെങ്കിലും മുആസിറായ ആളെ തൊട്ട് എന്ത് ചെയ്തു, ഇങ്ങനെ റിവായത്ത് ചെയ്താലും അതൊക്കെ തദ്ലീസാണ് എന്ന് പിന്നെ അവര് താരീഫ് പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മുത്ലഖൻ മുആസിറിനെ പറഞ്ഞ ആളുകൾ അവർ പറഞ്ഞപ്പോൾ ലസിമഹു, അവർക്ക് ലാസിമാണ്, അവരുടെ ആ താരീഫ് അനുസരിച്ച് ലാസിമാണ് എന്ത്? ദുഖൂലുൽ മുർസലിൽ ഖഫിയി ഫി താരീഫിഹി, ആ തദ്ലീസിന്റെ താരീഫിൽ ഈ മുർസലും ഖഫിയും കൂടി എന്താണ് പ്രവേശിക്കൽ ലാസിമായി വന്നു. അപ്പോൾ ചുരുക്കത്തിൽ അത് എന്താണ്, അവരുടെ താരീഫ് അനുസരിച്ച് ഈ മുർസലുൽ ഖഫിന്റെയും മുദല്ലസിന്റെയും ഇടയിൽ എന്താണ് ഫർക്കില്ല എന്ന് തന്നെ വരും. എന്നാൽ വസ്സവാബു തഫറുഖത്തു ബൈനഹുമ, എന്നാൽ അതിന്റെ രണ്ടിന്റെയും ഇടയിൽ വ്യത്യാസം ഉണ്ട് എന്നതാണ് സവാബ്, ശരിയായത്. വയദുല്ലു, അറിയിക്കും എന്തിന്റെ മേലെ? അല അന്ന ഇഅ്തിബാറൽ ലിഖാഇനെ പരിഗണിക്കലാകുന്നത് ഫി തദ്ലീസി, തദ്ലീസിൽ മുലാഖാത്തിനെ പരിഗണിക്കുക എന്നത് ദൂനൽ മുആസറത്തി വഹദഹ, ആ മുആസറത്ത് മാത്രം കൂടാതെ, അതിനെ മാത്രം കൂടാതെ തദ്ലീസിൽ ലുഖാ പരിഗണിക്കുക എന്നത് ലാബുദ്ദ മിൻഹു, അത് കൂടാതെ കഴിയില്ല. ഇവര് ഇബ്നു സലാഹ് തങ്ങളും ഹാഫിദുൽ ഇറാഖിയൊക്കെ പറഞ്ഞവരും വെറും മുത്ലഖ് മുആസറത്ത് മാത്രം പോരാ, എന്താണ് ലിഖാ വേണം, അത് പരിഗണിക്കൽ കൂടാതെ കഴിയുകയില്ല എന്നതിന്റെ മേൽ അറിയിക്കുന്നുണ്ട്. എന്ത്? ഇത്ബാഖു അഹ്ലിൽ ഇൽമി ബിൽ ഹദീസി, ആ യദുല്ലു എന്നതിന്റെ ഫായിലാണ് ഇത്ബാഖു അഹ്ലിൽ ഇൽമി ബിൽ ഹദീസി. ഹദീസിന്റെ ഇൽമിന്റെ അഹ്ലുകാര് യോജിച്ചു എന്തിന്റെ മേൽ? അല അന്ന റിവായത്തൽ മുഖ്ലറമീന, മുഖ്ലറമീങ്ങളുടെ റിവായത്ത്. ആ മുഖ്ലറമീങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാണ്? അത് പിന്നെ വഹുവ അല്ലദി അദ്റക്കൽ ജാഹിലിയ്യത വ സമന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ജാഹിലിയ കാലത്തെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തെയും എത്തിച്ചു. പക്ഷേ വലം യറഹു, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവർ കണ്ടിട്ടില്ല. അങ്ങനത്തെ ആളുകളാണ് ഈ മുഖ്തറമീങ്ങൾ. അവര് പിന്നെ സ്വഹാബത്തിൽ എണ്ണപ്പെടുമോ അതല്ല കിബാർ താബിയങ്ങളാണോ എണ്ണപ്പെടുക എന്നുള്ളതിനുള്ള ഖിലാഫുണ്ട്. മുസ്ലിം തങ്ങൾ അവരുടെ എണ്ണം പറഞ്ഞത് അവർ ഏകദേശം 20ഓളം ആളുകളുണ്ട് എന്നാ, 20 നഫ്സൻ. അപ്പൊ അങ്ങനത്തെ ഈ മുഖ്ലറമീങ്ങൾ രണ്ട് കാലത്തെയും എത്തിച്ച ആളുകൾ, പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു എന്ന് ഉണ്ടായിട്ടില്ല, മുലാഖാത്ത് പിന്നെ അറിയപ്പെട്ടിട്ടില്ല. അപ്പോ അങ്ങനത്തെ മുഖ്ലറമീങ്ങളുടെ റിവായത്ത്, അവരെ ആ മുഖ്ലറമീങ്ങൾ ആരെ പോലെയൊക്കെ അബി ഉസ്മാൻ നഹ്ദി വ ഖൈസ് ബിൻ അബി ഹാസിം അനി നബി സല്ലല്ലാഹു അലൈഹി വഅല ആലിഹി വസഹ്ബിഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് ഇവരുടെ റിവായത്താകുന്നത് മിൻ ഖബീലിൽ ഇർസാലി, ഈ ഖഫിയായ മുർസലിന്റെ ഇർസാലിന്റെ ഭാഗത്തിൽപ്പെട്ടാണ്, അതിലായിട്ടാണ് മുഹദ്ദിസീങ്ങൾ അതിനെ എണ്ണിയിട്ടുള്ളത്. ലാ മിൻ ഖബീലി തദ്ലീസി, അത് തദ്ലീസിന്റെ ഭാഗത്തിൽപ്പെട്ടതല്ല. വലൂകാന മുജറദുൽ മുആസറത്തി, വെറും മുആസറത്ത് മാത്രമായിരുന്നുവെങ്കിൽ യക്തഫി ബിഹി ഫി തദ്ലീസി, തദ്ലീസിലെ മുആസറത്ത് കൊണ്ട് മാത്രം മതിയാക്കുകയായിരുന്നുവെങ്കിൽ, ഇബ്നു സലാഹ് തങ്ങളും അബൂ ഇറാഖിയൊക്കെ പറഞ്ഞതുപോലെ അങ്ങനെ മതിയാക്കുമായിരുന്നു എങ്കിൽ ലകാന ഹഉലാഇ, ഈ മുഖ്തറമീങ്ങളായ ആളുകളാകുമായിരുന്നു മുദല്ലിസീന, അവരൊക്കെ മുദല്ലിസീങ്ങളാകുമായിരുന്നു. പക്ഷെ അതാരും അങ്ങനെ പറഞ്ഞിട്ടില്ല. കാരണം അന്നഹും, അവർ ആസറുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവരെന്ത് ചെയ്തിട്ടുണ്ട്? മുആസറത്ത് ചെയ്തിട്ടുണ്ട്, നബിയുടെ സമകാലികരായിട്ടുണ്ട്. പക്ഷേ ഖത്അൻ, ഉറപ്പായിട്ട് തന്നെ. പക്ഷേ ലാക്കിൻ ലം യുറഫ്, അറിയപ്പെട്ടിട്ടില്ല, ഹൽ ലഖൂഹു അംല, അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടോ അതല്ല കണ്ടിട്ടില്ലയോ എന്നെന്തായിട്ട് അറിയപ്പെട്ടിട്ടില്ല.
കണ്ടോ എന്ന് അറിയപ്പെട്ടിട്ടില്ല. അപ്പം അവിടെ മുലാഖാത്ത് ഇല്ല. അപ്പം തദ്ലീസ് ആ മുലാഖാത്ത് ഇല്ലാത്തതോടുകൂടെ തന്നെ എന്താണ് പിന്നെ അതിനെ മുർസൽ ഖഫിയിലാണ് അവിടെ പെടുത്തിയിട്ടുള്ളത്, അല്ലാതെ എന്തിലല്ല, തദ്ലീസിലല്ല. അപ്പൊ തദ്ലീസ് ആകണമെങ്കിൽ എന്ത് വേണം? മുലാഖാത്ത് വേണം. അല്ലാതെ ഇബ്നു സലാഹ് തങ്ങളും അബ്ദുൽ ഇറാഖിയൊക്കെ പറഞ്ഞതുപോലെ വെറും മുആസറത്ത് പോരാ എന്നതിന്റെ തെളിവാണ് ഇപ്പൊ ഈ മുഹതറമീങ്ങളുടെ റിവായത്ത് എന്തിൽ പെടുത്തുന്നു, പിന്നെ ഇർസാലിന്റെ ഇനത്തിൽ പെടുത്തുന്നത്. അതിന് തെളിവാണ്. ലാകിൻ ലം യുഅറഫ് ഹൽ ലഖൂഹു അം ല, അവിടെ ലം യുഅറഫ് എന്ന് മുസന്നിഫ് ബാർത്തിട്ടത് എന്തിനാണ്? റുഇയത്ത് ഇല്ല എന്നതുകൊണ്ടുള്ള അവിടുത്തെ മുറാദ്, അതുകൊണ്ട് അറിയപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇൽമില്ല, ഐ അദമുൽ ഇൽമി ബിഹ അദമു സുബൂത്തിഹ, അത് സ്ഥിരപ്പെട്ടിട്ടില്ല എന്നർത്ഥം. അതുകൊണ്ടല്ല ലം യുഅറഫ് എന്ന് പറഞ്ഞത്. കാരണം അന്നൽ ഹുക്മ ഫീ മിസ്ലി ഹാദിഹിൽ ഉമൂരി, ഇത്തരം കാര്യങ്ങളിലുള്ള ഹുക്മ് മബ്നിൻ അൽ ബഅസി വത്തതബ്ബുഇ, അത് പരിശോധനയുടെ മേലെടുക്കപ്പെടുന്നതാണ്. ലാ അലൽ വാഖി, അല്ലാതെ വാഖി നോക്കിയിട്ടല്ല പറയണ, പരിശോധിക്കുമ്പോൾ എന്താണ് അങ്ങനെ അറിയപ്പെട്ടിട്ടില്ല എന്ന്. അപ്പോൾ ഇദാലം യഹ്സുലുൽ ഇൽമു ബിർറുഇയത്തി ബഅദൽ ബഅസി, പരിശോധിച്ചതിന് ശേഷം എന്താണ് റുഇയത്ത് കൊണ്ടുള്ള ഇൽമു കരസ്ഥമായിട്ടില്ല എങ്കിൽ അപ്പോൾ എന്ത് ചെയ്യും? ഹുക്മു ബി അദമി റുഇയത്തി, റുഇയത്ത് ഇല്ല എന്നുകൊണ്ട് ഹുക്മ ചെയ്യപ്പെടും. അതുകൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്തത് മുസന്നിഫ് വലം യുഅറഫ് എന്ന് അങ്ങനെ പരിശോധനയിൽ അറിയപ്പെട്ടിട്ടില്ല, അതുകൊണ്ടാണ് അങ്ങനെ താരീഫ് ഇട്ടത്. പിന്നെ മിമ്മൻ ഖാല ബിസ്തിറാത്തിൽ ലിഖാഇ ഫി തദ്ലീസി, അല്ലെങ്കിൽ വേറൊരു നുസ്ഖയിൽ ബിസ്തിറാത്തിൽ ലുഖാ ഫി തദ്ലീസി, തദ്ലീസിൽ എന്താണ് മുലാഖാത്ത് ഷർത്താണെന്നുകൊണ്ട് പറഞ്ഞവരുടെ കൂട്ടത്തിൽ പെട്ടതാണ് അൽ ഇമാമു ശാഫിഈയു വ അബൂബക്കർ ബസാർ റഹിമഹുമുല്ലാഹ്. ഷാഫി ഇമാമും അബൂബക്കർ ബസാറും ഒക്കെ തദ്ലീസിൽ ലിഖാ ഷർത്താണെന്ന് പറഞ്ഞവരാണ്. കലാമുൽ ഖത്തീബി, ഖത്തീബ് എന്നവരുടെ കലാം ഫിൽ കിഫായ, കിഫായയിൽ അദ്ദേഹത്തിന്റെ ഗ്രന്ഥാണ് കിഫായ. ആ കിഫായയിൽ ഖത്തീബിന്റെ കലാം യഖ്തളിഹി, ഈ ലിഖാ വേണം, ലിഖാ ഷർത്താണ് എന്നതിനെ തേടുന്നുണ്ട്. വഹുവൽ മുഅ്തമദു, അത് തന്നെയാണ് മുഅ്തമദും. വയുറഫു അദമുൽ മുലാഖാത്തി, ഈ മുലാഖാത്ത് ഇല്ല എന്ന് അറിയപ്പെടുന്ന എങ്ങനെ അറിയപ്പെടും? അത് ബി ഇഖ്ബാരിഹി അൻ നഫ്സിഹി ബിദാലിക, ഈ മുദല്ലിസ് തന്നെ അദ്ദേഹത്തിന്റെ നഫ്സിനെ തൊട്ട് ആ മുലാഖാത്ത് ഇല്ല എന്ന് ഇഖ്ബാർ അദ്ദേഹം തന്നെ പറയൽ കൊണ്ട് അറിയപ്പെടും. ഔ ബി ജസ്മി ഇമാമിൻ മുത്തലിഇൻ, അല്ലെങ്കിൽ റാവികളുടെ അഹ്വാലുകളും അവരുടെ തബക്കകളും ഒക്കെ പരിശോധിക്കുന്ന അതിന് കഴിവുള്ള ഇമാമ് ജസ്മി ചെയ്ത് പറയൽ കൊണ്ട് എന്ത് ചെയ്യും? മുലാഖാത്ത് ഇല്ല എന്ന് അറിയപ്പെടും. എന്നാൽ വലാ യക്ഫി, ഈ മുലാഖാത്ത് ഇല്ല എന്ന് സ്ഥിരപ്പെടുത്തുന്നതിന് മതിയാകൂല. എന്ത്? അയ്യഖഫി ബഅദി തുർക്കി, ചില റിവായത്തുകളിൽ സംഭവിച്ചു എന്നത് മതിയാകൂല. എന്ത് സംഭവിച്ചു? സിയാദത്തു റാവിൻ ഔ അക്സറ, ഒരു റാവിയോ അല്ലെങ്കിൽ ഒന്നിലധികം റാവിയോ ജാസിയായ ബൈനഹുമ, ഇവരുടെ രണ്ടിന്റെയും ഇടയിൽ, ഈ മുദല്ലിസാക്കുന്ന ആളുടെയും അതുപോലെ തന്നെ ആരെ തൊട്ടാണോ ആക്കുന്ന ആളുടെയും ഇടയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? വേറൊരു ത്വരീഖില് ഒന്നോ രണ്ടോ റാവികളെ സിയാദത്താക്കിയത് കണ്ടിട്ടുണ്ട്. അപ്പോ ആ സിയാദത്ത് വരുമ്പോ ഇപ്പോ ഇയാള് ഈ റാവി ആരെ തൊട്ടാണോ ഈ പിന്നെ സാക്കിത്താക്കിക്കൊണ്ട് പറഞ്ഞത്, അപ്പോൾ അദ്ദേഹത്തിനെ നേരിട്ട് കണ്ടിട്ടില്ല എന്ന് ഈ ചില റിവായത്തിൽ ഒരു റാവി സായിദ ആയതുകൊണ്ട്, ഇതിന്റെ ഇടയ്ക്ക് ഒരു റാവി സായിദ ആയതുകൊണ്ട് ഇയാള് അപ്പം മറ്റേ ആ ആളെ കണ്ടിട്ടില്ല എന്ന്
പിന്നെ തോന്നിയേക്കാം. പക്ഷെ അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റൂല, ഇത് മുലാഖാത്തില്ല എന്ന് ഹുക്മ ചെയ്യാൻ പറ്റൂല എന്നാണ് പറഞ്ഞത്. അതെന്താ കാരണം? ലിഹ്തിമാലി അൻ യകൂന മിനൽ മസീദി, അവിടെ ആ ഒരു റാവി അല്ലെങ്കിൽ ഒന്നരം റാവിയെ സിയാദത്താക്കിയത് അത് ആകാൻ ഇഹ്തിമാലുണ്ട് മിനൽ മസീദി, ഈ മുത്തസിലായ സനദിൽ, സനദ് മുത്തസിലായ സനദിൽ, ആ മുത്തസിലായ സനദിന്റെ റാവി പിന്നെ എന്ത് ചെയ്യാണ്, പിന്നെ മുത്തസിലായ സനദിൽ മറ്റാരും പറയാത്ത ഒരു റജുലിനെയും കൂടെ ആ റാവി ജാസ്തിയാക്കുക, അങ്ങനെ വരുന്നത് ആകാൻ ഇഹ്തിമാലുണ്ട്. ആ ഇഹ്തിമാൽ ഉണ്ടായത് കൊണ്ട് പിന്നെ ഇവിടെ ആ ചില തുർക്കില് അങ്ങനെ ഒരു റാവിയെ അല്ലെങ്കിൽ ഒന്നിലധികം റാവിയെ അധികരിപ്പിച്ചത് കണ്ടതുകൊണ്ട് ഇപ്പൊ ഇവിടെ ഈ തദ്ലീസാക്കിയ ആളുടെ അല്ലെങ്കിൽ ഈ ഇർസാലാക്കിയ ആളുടെ ഇടയിൽ, അല്ല ഇർസാലല്ല തദ്ലീസ്, ഇർസാലില് പിന്നെ ലുഖ്യ വേണ്ട നമ്മൾ പറഞ്ഞല്ലോ, തദ്ലീസിൽ, ആ തദ്ലീസാക്കുന്ന ആ ആളുടെ അവർ തമ്മിൽ മുലാഖാത്തില്ല എന്ന് ഇതുകൊണ്ട് എന്താവൂല, സ്ഥിരപ്പെടൂല. അപ്പം വലാ യുഹ്കമു ഫി ഹാദിഹി സൂറത്തി, അപ്പം ഇത്തരം രൂപത്തിൽ തദ്ലീസ് കൊണ്ട് ഹുക്ം ചെയ്യപ്പെടൂല. ഇങ്ങനെ ചില തുർക്കില് പിന്നെ അവർ രണ്ടിന്റെ ഇടയിൽ ഒരു സിയാദത്തായ റാവിയെ സംഭവിക്കുമ്പോൾ അങ്ങനെ കാണുമ്പോൾ അങ്ങനെ വരുന്ന രൂപത്തിൽ എന്ത് ചെയ്യൂല, തദ്ലീസ് കൊണ്ട് ഹുക്ം ചെയ്യപ്പെടൂല. ബി ഹുക്മിൻ കുല്ലിയിൻ, കുല്ലിയായ ഹുക്മ കൊണ്ട്, എന്ന് പറഞ്ഞാൽ ഖത്ഈയായ ഹുക്മ കൊണ്ട്. ഈ രണ്ടിലൊരു ഭാഗം എന്താണ്, പിന്നെ ഈ ഷെയ്ഖ് ഈ സായിദയായ റാവിയെ കളഞ്ഞത് കൊണ്ട് എന്താണ്, അത് മുദല്ലിസാണ് എന്ന് ഖത്ഈ ചെയ്ത് ഹുക്ം ചെയ്യൂല. അതെന്താ ഹുക്ം ചെയ്യില്ല എന്ന് പറയാൻ കാരണം? ലിതആറുദി ഇഹ്തിമാലിൽ ഇത്തിസാലി വൽ ഇൻഖിതാഇ, ഇവിടെ ഇൻഖിതാഉം ഇത്തിസാലും അത് മുത്തസിലാകാൻ ഇഹ്തിമാലുണ്ട്, അതുപോലെ ഇൻഖിതാ ആകാനും ഇഹ്തിമാലുണ്ട്. ആ ഇത്തിസാലിന്റെ ഇൻഖിതാഇന്റെ രണ്ട് ഇഹ്തിമാലും തമ്മിൽ തആറുദായതിന് വേണ്ടി അപ്പോ അവിടെ ഒന്നെങ്കിൽ എന്ത് ചെയ്യാം, അവിടെ ആ റാവി എന്താണ് മുൻഖത്തി ആകാം, അല്ലെങ്കിൽ എന്താണ് അത് മുത്തസിൽ തന്നെയാണ്, പക്ഷെ ആ മുത്തസിലിന്റെ സനദിന്റെ റാവി അവിടെ ഈ റിജാലിനെ സിയാദത്താക്കി പറഞ്ഞതാകാം. അപ്പൊ അങ്ങനെ ഇഹ്തിമാൽ ഉണ്ടായത് കൊണ്ട് ഇവിടെ ഈ തദ്ലീസാക്കിയ ആളുടെ ഈ തുറുക്കല്ലാത്ത മറ്റേ തുറുക്കിൽ തദ്ലീസാക്കി പറഞ്ഞ ആ ആളുടെ ഇടയിൽ മുലാഖാത്ത് ഇല്ല എന്നതുകൊണ്ട് ഈ ചില തുറുക്കിൽ വന്ന് ഈ സിയാദത്ത് കൊണ്ട് കിട്ടൂല എന്നർത്ഥം. പിന്നെ അത് ഖഫിയായ വിഷയമാണിത്. എല്ലാവർക്കും എന്താണ് ഇത് തിരിച്ചറിയാൻ കഴിഞ്ഞോണമെന്നില്ല. ഈ വിഷയത്തിൽ ഈ പന്നില് നല്ല ഇത്തില ഉള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതാ ഇറാഖി ഖാലൽ ഇറാഖിയു നുഖ്തത്തുൽ പറയാം, വഹാദൽ ഖിസ്മു മഹല്ലു നദിരിൻ ലാ യുദ്രിക്കുഹു ഇല്ലൽ ഹുഫാദുൻ നുഖാദ്, എന്താ യസ്തബിഹു ദാലിക അലാ കസീരിൻ മിൻ അഹ്ലിൽ ഹദീസി ലിഅന്നഹു റുബ്ബമാ കാനൽ ഹുക്മു ലിസായിദി വറുബ്ബമാ കാനൽ ഹുക്മു ലിനാഖിസി. അല്ല വസായിദു, അവിടെ സായിദ വരുന്നത് വഹും വസായിദു വഹമുൻ, അങ്ങനെ വഹമായിട്ട് വരുന്നതാണ്. അപ്പം ഫയക്കൂനു മിൻ നൗഇൽ മസീദി മിൻ മുത്തസിലിൽ അസാനീദി, എന്താ സനദ് മുത്തസിലായ ആ സനദിൽ എന്താണ് ജാസ്തിയാക്കി കൊണ്ടുവന്നതിൽ പെട്ടതാകും. ആ സായിദ അവിടെ വഹമായിട്ട് വരുന്നതാണ്. അതിന് ഉദാഹരണമൊക്കെ ഉണ്ട്, അവിടെ പറയുന്നുണ്ട്. പിന്നെ വഖദ് സന്നഫ ഫീഹിൽ ഖത്തീബു, ഈ വിഷയത്തിൽ എന്താണ് ഖത്തീബ് എന്നവർ എന്ത് ചെയ്ത് രചന നടത്തിയിട്ടുണ്ട്. കിതാബ് തഫ്സീൽ അത്തഫ്സീലു ലിമുഹബിൽ മറാസീൽ എന്ന പേരുള്ള ഒരു ഗ്രന്ഥം. അതുപോലെ കിതാബ
അൽ മസീദു ഫി മുത്തസിലിൽ അസാനീദ് എന്ന് പേരുള്ള ഒരു ഗ്രന്ഥവും, അങ്ങനെ 2 ഗ്രന്ഥങ്ങൾ ഖത്തീബ് എന്നവർ രചിച്ചിട്ടുണ്ട്. വന്തഹത്ത് ഹഉന, ഇവിടെ അവസാനിച്ചു എന്ത് അഖ്സാമു ഹുക്മി സാഖിതി മിനൽ ഇസ്നാദി, ഇസ്നാദിൽ നിന്ന് റാവി സാഖിത്താകുന്നതിനെ സംബന്ധിച്ചുള്ള ഹുക്മുകളെ കുറിച്ചുള്ള ചർച്ച എന്ത് ചെയ്തു, ഇവിടെ അവസാനിച്ചു. ഇനി പിന്നെ റാവിയിൽ വരുന്ന തഅനിനെ സംബന്ധിച്ച് പറയാണ്. സുമ്മ തഅനു ഇൻഷാ അല്ലാഹ്.